അമ്യൂസ്മെന്റ് പാർക്ക് കഥ കേൾക്കാം. ഒരു യാത്ര പോയാലോ? യാത്രകൾ എപ്പോഴും മനോഹരമാണ്. പക്ഷേ എപ്പോഴും യാത്ര പോകാൻ ആർക്കാണ് സാധിക്കുക, അല്ലേ? ചിലപ്പോൾ യാത്രകൾ നല്ല ഓർമ്മകൾ സമ്മാനിക്കും. ചില ഓർമ്മകൾ എന്നെന്നും സൂക്ഷിക്കാനുള്ളവ, ചിലത് മറന്നു കളയാനുള്ളതും. ഇന്ന് നമുക്കൊരു അമ്യൂസ്മെന്റ് പാർക്കിലോട്ട് പോകാം. ചുറ്റിലും കാണുന്ന ഓരോന്നും അതിശയമായിരുന്നു. പണ്ട് മണ്ണും പുല്ലും ആകാശവും പൂവും പുഴുക്കളും എല്ലാമായിരുന്നു അതിശയം. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ആ, ഇനി ഇതൊരു യാത്രാ വിവരണമായോ ഒരു യാത്രാനുഭവമായോ പറയാവുന്നതാണ്. ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ പോകാനുള്ള പ്രായം, അങ്ങനെ ഒരു പ്രായമുണ്ടോ? ചിലപ്പോൾ തോന്നും ഓരോ പ്രായത്തിൽ ചെയ്യേണ്ടത് ആ പ്രായത്തിൽ തന്നെ ചെയ്യണം. അല്ലെങ്കിലും ഉം, അല്ലെങ്കിലും പണ്ടൊക്കെ എവിടെയാ അമ്യൂസ്മെന്റ് പാർക്കുള്ളത്? ചുറ്റിലും കാണുന്ന ഓരോന്നും തന്നെയായിരുന്നു നമ്മളെ അതിശയപ്പെടുത്തിയിരുന്നത്, അല്ലേ? ഇപ്പോൾ എത്രയെത്ര അമ്യൂസ്മെന്റ് പാർക്കുകളാണ്. എന്നാൽ ഇതെല്ലാം സത്യത്തിൽ അതിശയം ജനിപ്പിക്കുന്നുണ്ടോ? ഉണ്ടായിരിക്കാം. കാരണം കാണാത്ത കുറേ ലോകങ്ങൾ പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നാം കാണുന്നല്ലോ. ആളുകളും അതിശയിപ്പിക്കുന്ന രീതികളും മാറി. സത്യം പറഞ്ഞാൽ അമ്യൂസ്മെന്റ് പാർക്ക് ചില റൈഡുകളെല്ലാം എനിക്കും പേടിയായിരുന്നു. എനിക്ക് തോന്നി ഞാൻ ഈ കാലഘട്ടത്തിൽ ജീവിക്കേണ്ടവനല്ല എന്ന്. എൺപത് എൺപതുകളിൽ എന്ന് പറഞ്ഞാൽ അന്ന് കണ്ട അമ്യൂസ്മെൻ്റ് ഒന്നും ഇന്നത്തെ അമ്യൂസ്മെൻറ്റിന് ഇല്ലെന്ന് തോന്നുന്നു. എല്ലാവരുടെയും സന്തോഷത്തിന് ഓരോരോ റൈഡുകളുണ്ട്. പ്രായം, പിന്നെ വാദം. എൺപതുകളിൽ ജനിച്ച ഒരു വ്യക്തിക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ളതാണ് ഇതെല്ലാം, അല്ലേ? വാദമെന്ന് പറഞ്ഞാൽ സാധാരണ തരത്തിലുള്ള വാദമൊന്നുമല്ല കേട്ടോ. ഇതൊരു തരം മെരുക്കമില്ലാത്ത വാദം. ഇതും കണ്ടാണ് അമ്യൂസ്മെന്റ് പാർക്ക് കാണാൻ ഞാൻ പോയത്. കാരണം എപ്പോഴാ ഈ വാദം വരുന്നത്, പോകുന്നത് ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മെരുക്കമില്ലാത്ത വാദം എന്ന് പറഞ്ഞത്. അമ്യൂസ്മെന്റ് പാർക്കിൽ പോകണമല്ലോ, ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും. വാദക്കാരനായ എനിക്ക് മാത്രം അമ്യൂസ്മെന്റ് പാർക്കിൽ പോകാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. എത്ര എത്ര റൈഡുകളാണ്, മേലേക്കും താഴേക്കും, എല്ലാത്തിനും ഓരോ വിഷയവുമുണ്ട്. അല്ലെങ്കിലും നമുക്ക് എവിടുന്ന വിഷയത്തിന് ദാരിദ്ര്യമല്ലേ? എവിടുന്നെങ്കിലും നാം ഓരോ വിഷയങ്ങൾ കണ്ടെത്തുമല്ലോ. വേഗത്തിൽ പോകുന്ന റോളർ കോസ്റ്റർ, ധാരാളം കുട്ടികൾ ക്യൂ നിൽക്കുന്നുണ്ട്. പക്ഷേ 40കളിലുള്ള എനിക്ക് അതൊക്കെ പേടിയായി തോന്നി. ഈ കുട്ടികളുടെ ഒപ്പം അച്ഛനമ്മമാരുമുണ്ട്. എല്ലാവരുടെ മുഖത്തും അതിശയവുമുണ്ട്. അത് കണ്ടു നിന്ന എനിക്ക് കൂടുതൽ അതിശയം തോന്നി. ഏതോ വലിയ കാര്യത്തിന് വേണ്ടി നിൽക്കുന്ന പോലെ. സത്യം പറഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ പ്രായത്തിൽ എനിക്ക് ഇതൊക്കെയും എന്നെ അതിശയപ്പെടുത്തിയിരിക്കാം. കാഴ്ചകൾ ഓരോന്നായി കാണാൻ കേട്ടോ. ആദ്യം വരവേൽക്കാനായി കൂണിന്റെ ആകൃതിയിലുള്ള ചെറിയ ചെറിയ കുടിലുകളാണ് ഉണ്ടായിരുന്നത്. ഓരോ കുടിലിനു ചുറ്റും പോകുന്ന ചെറിയ ചെറിയ കാറുകൾ. ഈ കാറുകളിൽ നമുക്ക് ഇരിക്കാം കേട്ടോ. ഓരോ കാറും അപ്പുറത്തും ഇപ്പുറത്തും പോകുന്ന മറ്റൊരു കാറിനെ ചുമ്മാ തട്ടി തട്ടി പോകുന്നുണ്ട്. അതും ഒരു രസം. ധാരാളം കുട്ടികൾ ഇരിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ക്യൂവിൽ കേട്ടോ. ഒരു കാറിൽ ഒരു കുട്ടിയും മറ്റൊരു കുട്ടിയും, അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ, അങ്ങനെയൊക്കെ തന്നെ ഇരിക്കുന്നത്. പിന്നെ ഇതെല്ലാം ഒരു രസമായി കണ്ടാൽ രസം തന്നെയാണ്. ചിലപ്പോൾ തോന്നും ഇതൊന്നും അത്ര രസമല്ലല്ലോ എന്ന്. ചിലപ്പോൾ എൻ്റെ പ്രായമായിരിക്കും എന്നെ അങ്ങനെ തോന്നിക്കുന്നത്. എന്നാലും രസം തന്നെ. പിന്നീട് പലതരം കാർട്ടൂൺ രൂപങ്ങൾ വന്നു. കുട്ടികളുടെ അടുത്തേക്ക് ഇവർ ഓരോരുത്തരായി വരുന്നുണ്ട്. ഓരോരുത്തർ ഈ കാർട്ടൂൺ രൂപങ്ങളുടെ മുന്നിൽ നിന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നുമുണ്ട്. കാർട്ടൂൺ കഥാപാത്രങ്ങൾ അതാ നൃത്തം ചെയ്യുന്നുമുണ്ട്. അങ്ങനെ ഓരോ റൈഡിനും കഥകളും കഥാപാത്രങ്ങളും കണ്ട് കണ്ട് ചെറുപ്പത്തിൽ കാണാൻ പറ്റാത്ത കുറേ കഥാപാത്രങ്ങൾ, കുറേയേറെ ലോകങ്ങൾ. സത്യം പറഞ്ഞാൽ മണിക്കൂറുകളോളം ഞാനും അവിടുത്തെ ഏതോ ലോകത്തിൽപ്പെട്ട പോലെ തോന്നി. എന്നാലും രസകരമാണ്. കുറച്ച് അതിശയം കുറഞ്ഞാൽ എന്താ, ഈ പ്രായത്തിലും ഈ പാർക്കൊക്കെ കാണാൻ പറ്റിയല്ലോ. അതായി മനസ്സിൽ അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ഞങ്ങളെ അന്വേഷിച്ച് ഒരാൾ, അവിടുത്തെ ഒരു കെയർടേക്കർ പോലെ പറയാം, പ്രോഗ്രാമിനെ കുറിച്ചെല്ലാം പറയാൻ വന്നതാണ്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് കുറേ പ്രോഗ്രാമെല്ലാം ക്യാൻസലായി എന്ന്. കുഴപ്പമില്ല, കുറേ കാണാൻ പറ്റിയല്ലോ. പിന്നെ രണ്ടാമത് ഞങ്ങൾ കയറിപ്പോയതൊരു ഗുഹയിലോട്ടായിരുന്നു. ഈ ഗുഹയിലൂടെ പോയി കഴിഞ്ഞാൽ പേടിപ്പിക്കുന്ന ഓരോ രൂപങ്ങളും നമ്മളുടെ മുന്നിലേക്ക് വരും.
കൂടുതൽ പേടിച്ചത് ജോക്കറിനെ കണ്ടിട്ടായിരുന്നു. ഒരു പ്രത്യേക കണ്ണ്, വലിയ ചുണ്ട്, ചുവന്ന ലിപ്സ്റ്റിക് എല്ലാം ഇട്ടൊരു ജോക്കർ. പിന്നെ ഒരു ശാസ്ത്രജ്ഞനും അയാളുടെ കൂടെ ജോലി ചെയ്യുന്നവരും തമ്മിലുള്ള രസകരമായ വേറെ തീം. ആളുകൾ റോളർ കോസ്റ്ററിൽ കയറി ഓളിയിടുന്നത് നോക്കി ഞാൻ നിന്നു. താഴെ നിന്ന് നോക്കി എനിക്ക് വീണ്ടും പേടി തോന്നി. എന്നാലും ഇതിലൊക്കെ പോകുന്നവർക്ക് അപാര ധൈര്യം തന്നെ, മനസ്സ് പറഞ്ഞു. സത്യത്തിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകണം. നല്ല രസമാണ്. നാടും നാട്ടുംപുറവും മാത്രമല്ല, നാഗരികതയുടെ ഭംഗി കൂടി. അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ ബ്യൂട്ടി എന്ന് വേണമെങ്കിൽ പറയാം. കാണാൻ കഴിയുന്നതും ഒരു മനുഷ്യ ജീവിതത്തിൽ ആവശ്യമുള്ളത് തന്നെ. നന്ദി ജിത.